വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ പരിക്കേറ്റവരുള്ള ആശുപത്രിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം ദുരന്തമുഖത്തെത്തിയിരുന്നു, അപകട സ്ഥലം സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ക്യാമ്പിൽ കഴിയുന്നവരെ കാണുകയും അവർക്കുള്ള സജ്ജീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 7 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയാണ്. ഷിത ജഗത് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിത, നേരത്തെ അദ്ദേഹം ദുരന്തമുഖത്തെത്തി, അവിടെ എത്തി കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി ശേഷം ദുരിതാശ്വാസ ക്യാമ്പിലും എത്തി. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലും എത്തിയിരിക്കുകയാണ്. എത്ര നേരം അവിടെ അദ്ദേഹം ചെലവഴിക്കും? അതിനുശേഷം അദ്ദേഹം കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി പോവുകയാണോ ചെയ്യുക? ദിവ്യ, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ആശുപത്രിയിലേക്ക് എത്തിയത്. 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 4 പേർ ഇപ്പോഴും വാർഡുകളിലാണ് ഉള്ളത്. അവരുടെ അടുത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്. അവർക്കാണ് കൂടുതൽ, അതായത് എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്, ഏത് സമയത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്കാണ് നേരിട്ട് അറിയുക. അപ്പോൾ അവരിൽ നിന്ന് ആ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ചോദിച്ച് അറിയുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹം ആദ്യം പോയത്, ഇവിടെ എത്തിയപ്പോൾ ആദ്യം പോയത് ഈ തുരങ്ക പദ്ധതി നടക്കുന്ന ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്കാണ്. അവിടെ എങ്ങനെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായതോ എല്ലാം തന്നെ ആ സ്ഥലങ്ങളിൽ, ആ ദുരന്തം ബാധിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ കാണുകയും അതിനൊപ്പം തന്നെ ഈ ടണൽ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, പ്രകൃതി ദുരന്തമല്ല മനുഷ്യനിർമ്മിതമാണ് എന്ന് മന്ത്രിമാർ പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി പോകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ അവലോകന യോഗത്തിൽ ചർച്ചയാകും. ഇവിടെ നിന്നും, ഈ ആശുപത്രിയിൽ നിന്നും പരിക്കേറ്റവരെ കണ്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് കലക്ടറേറ്റിലേക്കാണ്. വയനാട് കലക്ടറേറ്റിൽ വെച്ചാണ് അവലോകന യോഗം ചേരുന്നത്. ഇതിനി തുടർന്നുള്ള കാര്യങ്ങളും ഇതുവരെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ വിശകലനം ചെയ്യുകയും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കുകയും വേണം. അതിൽ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഇന്നും ഇവിടെ ഉണ്ടായിരുന്ന ഈ റവന്യൂ മന്ത്രിയും പിന്നെ കൃഷി മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഇന്നലെ മുതൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോഴും 5 പേരെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ അവരെവിടെയുണ്ട്, എങ്ങനെയാണ് അവർ എവിടേക്ക് പോയി, എന്താണ് അവരുടെ അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചോദ്യമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവരിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇനി പോകേണ്ടതുണ്ട്. ഇനി കൂടുതൽ തെരച്ചിലുകൾ നടത്തേണ്ടതുണ്ടോ, കൂടുതൽ ശക്തമായ രീതിയിൽ, കൂടുതൽ മറ്റേതെങ്കിലും രീതിയിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അതെല്ലാം തന്നെ ഇന്നത്തെ അവലോകന യോഗത്തിലാകും ചർച്ച ചെയ്യുക. അതിന് ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ, നാളെ എങ്ങനെ തെരച്ചിൽ നടത്തണമെന്നതുൾപ്പെടെയുള്ള നടപടികൾ അതിനുശേഷമായിരിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവരെ സന്ദർശിച്ചതിന് ശേഷം ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് കളക്ടറേറ്റിലേക്ക് പോകും. കുറച്ച് സമയം മാത്രമാണ് ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. അവരോട് ഈ കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ചറിയാൻ പറ്റുന്ന ആളുകളോടെല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആണ് കളക്ടറേറ്റിലേക്ക് പോകുന്നത്. കളക്ടറേറ്റിൽ ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനൊപ്പം തന്നെ മറ്റ് ദുരന്ത ബാധിത പ്രദേശത്തും ഒപ്പം തന്നെ ക്യാമ്പിൽ പോയ ആളുകളെയും എല്ലാം തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ ഉള്ളതിൽ തീരുമാനം അവലോകന യോഗത്തിൽ ഇനി എന്താണ് എടുക്കുന്നത്, ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ എന്താണ് അവലോകന യോഗത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ എന്നതുൾപ്പെടെയുള്ളവ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കും. ഈ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ മാധ്യമങ്ങളെ കാണുന്ന സമയത്തായിരിക്കാം ഇനി തെരച്ചിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഉണ്ടായ ഒരു വലിയ ദുരന്തം, ഇത്രയും ആളുകളെ, ഈ 5 പേർ ഇപ്പോഴും ആ മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ്. അവരെ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം വലിയ രീതിയിലുള്ള മണ്ണ് ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നു. ആ മണ്ണ് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായുള്ള പരിശോധന തുടങ്ങിയിട്ടുണ്ട്. 4 സോണുകളായി കേന്ദ്രീകരിച്ചുകൊണ്ട് വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിലൊന്നും തന്നെ ഫലം കണ്ടെത്താനാവാത്ത വലിയ മനപ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ
ഊർജിതമായ തെരച്ചിൽ നടത്തണമോ, കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അതിനൊപ്പം തന്നെ മറ്റൊന്ന്, ഇതെങ്ങനെയാണ് ഈ ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൽ ഇപ്പോഴും കൃത്യമായുള്ള ഒരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ അവലോകന യോഗത്തിന് ശേഷം അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.